ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ, ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ധരിച്ചാലോ, നമുക്ക് കുറച്ചു നേരം അവിടെ ഇരുന്നാലോ, നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ. അപ്പൊ ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സാധാരണ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സിമ്പിൾ ആയ ഒരു ശൈലിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി കുടിച്ചാലോ എന്നെങ്ങനെയാ പറയാ. അപ്പൊ കുടിച്ചാലോ എന്നുള്ളതിനുള്ള വാക്കൊക്കെ തെരഞ്ഞു പോകും നമ്മൾ അല്ലേ. അപ്പൊ അതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ്, ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ ഡിയർ. ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ ഡിയർ. നമുക്കൊരു കപ്പ് കുടിച്ചാലോ. ഇവിടെ കുടിച്ചാലോ എന്നുള്ളതിനുള്ള വാക്ക് തിരഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് ഇതിനകത്ത് ആശയപരമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ, നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ. ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് കോഫി, നമുക്കൊരു കപ്പ് കാപ്പി കുടിച്ചാലോ. ആ കുടിച്ചാലോ എന്നുള്ളത് ഇതിനുള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് പറയാനായിട്ട്. ഒരാൾ പറയാണ് ഹൗ അബൌട്ട് സിറ്റിംഗ് ഹിയർ, നമുക്ക് ഇവിടെ ഇരുന്നാലോ. എന്താ നിന്റെ അഭിപ്രായം? നടത്തം തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ, നമുക്ക് ഇവിടെ ഒന്ന് ഇരുന്നാലോ. ഹൗ അബൌട്ട് സിറ്റിംഗ് ഹിയർ, നമുക്ക് ഇവിടെ ഒന്ന് ഇരുന്നാലോ. അതുപോലെ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ അബൌട്ട് പ്ലേയിങ് ഫുട്ബോൾ, ഫുട്ബോൾ കളിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ എന്നൊക്കെയാണ് അവിടെ അർത്ഥം. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ. ഹൗ അബൌട്ട് പ്ലേയിങ് ഫുട്ബോൾ, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ. ഹൗ അബൌട്ട് പ്ലേയിങ് ഫുട്ബോൾ, അല്ലെങ്കിൽ ഹൗ അബൌട്ട് പ്ലേയിങ് ചെസ്, നമുക്ക് ചെസ് കളിച്ചാലോ. ഹൗ അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ. ഇവിടെ നമ്മൾ ഹൗ അബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ വെർബിന്റെ ING ഫോം പറയുകയാണെങ്കിൽ നമുക്ക് ആ പ്രവൃത്തി ചെയ്താലോ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരാൾ ചോദിക്കണം, ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ധരിച്ചാലോ, ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ധരിച്ചാലോ, ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഹൗ അബൌട്ട് വിയറിംഗ് ദിസ്, ഹൗ അബൌട്ട് വിയറിംഗ് ദിസ് ടുഡേ, ഇന്ന് ഞാൻ ഇത് ധരിച്ചാലോ. ഒരു വസ്ത്രം ധരിച്ചിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഹൗ അബൌട്ട് വിയറിംഗ് ദിസ് ടുഡേ, ഞാൻ ഇന്ന് ഇത് ധരിച്ചാലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം, കൊള്ളാവോ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയാണ് ഹൗ അബൌട്ട് വിയറിംഗ് ദിസ് ടുഡേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് ഒരു സിനിമ കണ്ടാലോ, ഒരു സിനിമ കണ്ടാലോ, സിനിമക്ക് പോയാലോ. ഇങ്ങനെ ചോദിക്കുക, ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടുഡേ, ഇന്നൊരു സിനിമ കണ്ടാലോ. ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടുഡേ, ഇന്നൊരു സിനിമ കണ്ടാലോ. അവിടെ ആ സിനിമക്ക് പോയാലോ എന്നുള്ള വാക്കൊന്നും അവിടെ വേണ്ട, അതിന്റെ ഉള്ളിൽ ആശയപരമായിട്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടുഡേ, ഇന്നൊരു സിനിമ കണ്ടാലോ. ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടുഡേ, ഇങ്ങനെയാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ. എങ്ങനെ ഉണ്ടാവും വൈബ് അല്ലെ. ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ. എങ്ങനെയാ അത് പറയുന്നത്? ഹൗ അബൌട്ട് ഹാവിംഗ് ഡിന്നർ ഔട്ട്സൈഡ് ടുഡേ. ഹൗ അബൌട്ട് ഹാവിംഗ് ഡിന്നർ ഔട്ട്സൈഡ് ടുഡേ, ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് ആക്കിയാലോ, പുറത്തുനിന്ന് കഴിച്ചാലോ. കഴിച്ചാലോ എന്നുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൗ അബൌട്ട് ഹാവിംഗ് ഡിന്നർ ഔട്ട്സൈഡ് ടുഡേ, ഹാവിംഗ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കഴിച്ചാലോ എന്നുള്ളതിന്റെ ആ ഒരു വാക്ക് എന്ന് പറയുന്നത്. ഹൗ അബൌട്ട് ഹാവിംഗ് ഡിന്നർ ഔട്ട്സൈഡ് ടുഡേ, ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് ആക്കിയാലോ, പുറത്തുനിന്ന് കഴിച്ചാലോ എന്നുള്ളതൊക്കെ ഇവിടെ അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ എന്നുള്ളതിനൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഹൗ അബൌട്ട് എന്ന് തുടങ്ങിയിട്ട് അതിന്റെ വെർബിന്റെ കൂടെ ING ഫോം ചേർത്ത് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിശീലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യട്ടെ, നിങ്ങളുടെ ഇംഗ്ലീഷ് നിന്ന് കത്തട്ടെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.